വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം. മോശ ജോർദാന് മറുകരെ മരുഭൂമിയിൽ സുഫിനു മുമ്പിലായും പാറാനും തോഫാൽ, ലാബാൻ, ഹസേറോത്ത്, ദിസഹാബ് എന്നിവയ്ക്കും മധ്യേയായുമുള്ള സമതലത്തിൽ വെച്ച് ഇസ്രായേൽക്കാരെല്ലാവരോടുമായി സംസാരിച്ച വചനങ്ങളാണിവ. ഹോരബിൽ നിന്ന് സെയിർ മല വഴി കാദേശ് ബർണയ വരെ 11 ദിവസം വേണം. ഇസ്രായേലരെ ഉദ്ദേശിച്ച് കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അനുസരിച്ച് മോശ അവരോട് സംസാരിച്ചത് 40-ാം വർഷം 11-ാം മാസം 1-ാം തീയതിയായിരുന്നു. അതായത് ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവ് സീഹോനെയും എദ്രയിൽ വെച്ച് അഷ്താരോത്തിൽ വസിച്ചിരുന്ന ബാഷാൻ രാജാവ് ഓഗിനെയും അവൻ നിഹനിച്ചതിനു ശേഷം ജോർദാന് മറുകരെ മോവാബ് ദേശത്ത് വെച്ച് മോശ ഈ നിയമം ഇപ്രകാരം വിശദീകരിക്കാൻ ആരംഭിച്ചു. നമ്മുടെ ദൈവമായ കർത്താവ് ഹോരബിൽ വെച്ച് നമ്മോട് ഇപ്രകാരം വചിച്ചു: ഈ മലയിലെ വാസം നിങ്ങൾക്ക് വേണ്ടത്രയായി. ഇനി അമോര്യഗിരിയും കാനാന്യനാടും സമതലത്തിലും മലയിലും താഴ്വാരത്തും ദക്ഷിണഭാഗത്തും കടൽ തീരത്തുമുള്ള അതിൻ്റെ സകല വാസസ്ഥാനങ്ങളും വരെ മഹാനദിയായ യൂഫ്രട്ടീസ് നദി വരെയുള്ള ലെബനോനും ലക്ഷ്യം വച്ച് നിങ്ങൾ പാളയം നീക്കി മുന്നേറുവിൻ. നോക്കൂ, ഈ നാട് നിങ്ങളുടെ മുൻപിൽ ഞാൻ വച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർക്കു ശേഷം അവരുടെ സന്തതിക്കും നൽകാനായി വാഗ്ദാനം ചെയ്ത ദേശം നിങ്ങൾ പോയി കൈവശപ്പെടുത്തുവിൻ. അക്കാലത്ത് ഞാൻ നിങ്ങളോട് ഇപ്രകാരം പറഞ്ഞു: തനിയെ നിങ്ങളെ വഹിക്കുക എന്നത് എനിക്ക് അസാധ്യമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതാ, നിങ്ങൾ ഇന്ന് ആകാശ താരങ്ങൾ പോലെ അസംഖ്യമായിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെപ്പോലെ 1000 മടങ്ങ് നിങ്ങളോട് കൂട്ടിച്ചേർക്കട്ടെ. അവിടുന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ചുമടും ഭാരവും തർക്കവും ഞാൻ തനിയെ എങ്ങനെ വഹിക്കും? നിങ്ങൾക്കായി, നിങ്ങളുടെ ഗോത്രങ്ങൾക്കായി ജ്ഞാനികളും വിവേകികളും അറിവുള്ളവരുമായ ആളുകളെ നിങ്ങൾ നിശ്ചയിച്ചു തരുവിൻ. അവരെ നിങ്ങളുടെ തലവന്മാരായി ഞാൻ നിയമിക്കാം. അപ്പോൾ നിങ്ങൾ എന്നോട് മറുപടിയായി പറഞ്ഞു: ചെയ്യാൻ നീ ആവശ്യപ്പെട്ട കാര്യം നന്നായിരിക്കുന്നു. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഗോത്രത്തലവന്മാരെ, ജ്ഞാനികളും അറിവുള്ളവരുമായ ആളുകളെ സ്വീകരിക്കുകയും അവരെ നിങ്ങളുടെ മേൽ തലവന്മാരായി സഹസ്രാധിപന്മാരും ശതാധിപന്മാരും അർദ്ധശതാധിപന്മാരും ദശാധിപന്മാരും നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് ഉദ്യോഗസ്ഥരുമായി അവരോധിക്കുകയും ചെയ്തു. അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് ഇപ്രകാരം കൽപ്പിച്ചു: നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ പ്രശ്നം കേട്ട് ഒരുവനും അവന്റെ സഹോദരൻ അഥവാ പ്രവാസി എന്നിവരും തമ്മിൽ നീതിപൂർവം വിധിക്കണം. ന്യായവിധിയിൽ നിങ്ങൾ മുഖം നോക്കരുത്. ചെറിയവനെയും വലിയവനെയും ഒന്നുപോലെ നിങ്ങൾ ശ്രവിക്കണം. ആരുടെ മുൻപിലും നിങ്ങൾ കൂസരുത്. കാരണം ന്യായവിധി ദൈവത്തിൻ്റെതാണ്. എന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, അത് ഞാൻ കേട്ടുകൊള്ളാം. അക്കാലത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അനുശാസിക്കുകയുണ്ടായി. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ അനുശാസിച്ചതനുസരിച്ച് നമ്മൾ ഹോറബിൽ നിന്ന് നീങ്ങി. അമോര്യ മലമ്പാതയിൽ നിങ്ങൾ കണ്ട ആ വിപുലവും ബീഭത്സവുമായ മരുഭൂമി മുഴുവൻ നടന്ന് കാദേശ് ബർണയ വരെ എത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി: നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അമോര്യ മല വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു. നോക്കൂ, നിന്റെ ദൈവമായ കർത്താവ് നാട് നിന്റെ സമക്ഷം വച്ചിരിക്കുന്നു.
നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിന്നോട് വചിച്ചതുപോലെ നീ കയറി ചെന്ന് അത് കൈവശപ്പെടുത്തുക. നീ ഭയപ്പെടേണ്ട, പരിഭ്രമിക്കുകയും വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സമീപിച്ചു പറഞ്ഞു, നമുക്ക് മുൻപേ ആളുകളെ അയക്കാം. അവർ നമുക്ക് വേണ്ടി നാടു നിരീക്ഷിച്ച് നമ്മൾ കയറേണ്ട വഴി സംബന്ധിച്ചും നമ്മൾ ചെന്നെത്തേണ്ട നഗരങ്ങൾ സംബന്ധിച്ചും നമ്മെ വിവരം ധരിപ്പിക്കട്ടെ. ഈ നിർദ്ദേശം എൻ്റെ ദൃഷ്ടികളിൽ ഉത്തമമായിരുന്നതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് ഗോത്രത്തിന് ഒരാൾ വച്ച് 12 പേരെ നിജപ്പെടുത്തി. അവർ മല ലക്ഷ്യമാക്കി ചെന്ന് എഷ്കോൾ അടിവാരം വരെ എത്തി. അത് ഒറ്റുനോക്കി. അവർ നാടിന്റെ കുറെ ഫലം കൈവശമെടുക്കുകയും നമ്മുടെ പക്കൽ എത്തിക്കുകയും ചെയ്തു. അവർ നമ്മെ വിവരം ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന നാട് നല്ലതാണ് എന്ന് പറഞ്ഞു. നിങ്ങളാകട്ടെ കയറി ചെല്ലാൻ വിസമ്മതിച്ചു. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിർദ്ദേശം നിങ്ങൾ ധിക്കരിച്ചു. നിങ്ങളുടെ കൂടാരങ്ങളിൽ നിങ്ങളുടെ ദൈവത്തിനെതിരായി പെറുപെറുത്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു, നമ്മോടുള്ള കർത്താവിന്റെ വിദ്വേഷം കൊണ്ട് നമ്മെ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ ഈജിപ്ത് ദേശത്ത് നിന്ന് അവിടുന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ട് പോകും? നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഹൃദയം ഉരുക്കും വിധം പറഞ്ഞത്, നമ്മേക്കാൾ വലുതും പൊക്കമുള്ളതുമായ ജനത്തെയും വലുതും ആകാശമുട്ടെ കോട്ടയുള്ളതുമായ നഗരങ്ങളെയും അനാക്യരെ പോലും ഞങ്ങൾ അവിടെ കണ്ടുവെന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, അവരെ ഭയപ്പെടുകയും വേണ്ട. നിങ്ങളുടെ മുൻപേ നടക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ ഈജിപ്തിൽ നിങ്ങളുടെ കൺമുൻപിൽ നിങ്ങളോടൊത്ത് പ്രവർത്തിച്ചതുപോലെയെല്ലാം നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഈ സ്ഥലത്ത് നിങ്ങൾ വന്നെത്തുന്നതുവരെ നിങ്ങൾ സഞ്ചരിച്ച വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരാൾ തന്റെ മകനെ വഹിക്കുന്നത് പോലെ സംവഹിക്കുന്നത് നിങ്ങൾ മരുഭൂമിയിൽ കണ്ടു. എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവരായിരുന്നില്ല. അവിടുന്നാകട്ടെ നിങ്ങൾക്ക് തങ്ങാനുള്ള സ്ഥലം നിങ്ങൾക്ക് വേണ്ടി തിരയാൻ, നിങ്ങൾ സഞ്ചരിക്കേണ്ട പാതയിൽ നിങ്ങൾക്ക് വഴികാട്ടാൻ രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ നടക്കുന്നവനായിരുന്നു. കർത്താവ് നിങ്ങളുടെ വാക്കുകളുടെ ആരവം കേട്ട് കുപിതനായി ഇപ്രകാരം ശപഥം ചെയ്തു, ഈ ദുഷിച്ച തലമുറ, ഈ ആളുകളിലെ ഒരാൾ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകാൻ ഞാൻ ശപഥം ചെയ്ത നല്ല ദേശം കാണുകയില്ല. യെഫുന്നയുടെ മകനായ കാലബാണ് ഒരു അപവാദം. അവൻ അത് കാണും. അവൻ പദമൂന്നിയ നാട് അവനും അവന്റെ മക്കൾക്കും ഞാൻ നൽകും. എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ചു. നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും ഇപ്രകാരം കോപിച്ചു, നീയും അവിടെ ചെന്നെത്തുകയില്ല. നിന്റെ മുൻപിൽ തുണ നിൽക്കുന്നവനും നൂനിന്റെ പുത്രനുമായ ജോഷുവ അവിടെ ചെന്നെത്തും. അവനെ നീ ശക്തിപ്പെടുത്തുക. എന്തെന്നാൽ അവനാണ് ഇസ്രായേലിന് ദേശം അവകാശമാക്കി കൊടുക്കുന്നത്. കൊള്ള മുതലാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഇന്ന് നന്മയും തിന്മയും തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കൾ, അവരാണ് അവിടേക്ക് പോകുന്നത്. അവർക്ക് ഞാൻ അത് നൽകും, അവർ അത് കൈവശമാക്കും. നിങ്ങളാകട്ടെ തിരിഞ്ഞ് ചെങ്കടൽ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് നീങ്ങുവിൻ. അപ്പോൾ നിങ്ങൾ എന്നോട്, ഞങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്തു, നമ്മുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് ഞങ്ങൾ കയറി ചെന്ന് യുദ്ധം ചെയ്യാം എന്ന് മറുപടിയായി പറഞ്ഞു. അനന്തരം ഓരോ വ്യക്തിയും തന്റെ രണായുധങ്ങൾ അണിഞ്ഞ് മലയിലേക്ക് കയറാൻ ലാഘവം കാട്ടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ കയറിപ്പോകരുത്, യുദ്ധം ചെയ്യുകയുമരുത്. എന്തെന്നാൽ നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ നിങ്ങൾ പ്രഹരിക്കപ്പെടാതിരിക്കാൻ നിങ്ങളുടെ മധ്യേ ഞാനുണ്ടായിരിക്കുകയില്ലെന്ന് അവരോട് പറയുക എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു. ഞാൻ നിങ്ങളോട് സംസാരിച്ചെങ്കിലും നിങ്ങൾ ശ്രവിച്ചില്ല. നിങ്ങൾ കർത്താവിന്റെ വാക്കു ധിക്കരിച്ച് ഔദ്ധത്യം കാട്ടി മലയിലേക്ക് കയറി. ആ മലയിൽ നിവസിച്ചിരുന്ന അമോര്യർ നിങ്ങളെ നേരിടാൻ പുറപ്പെട്ടു വന്ന് തേനീച്ചകൾ ചെയ്യുന്നത് പോലെ നിങ്ങളെ പിന്തുടർന്ന് സെയിരിൽ ഹോർമ വരെ നിങ്ങളെ ചിതറിച്ചു. നിങ്ങൾ തിരിച്ചു വന്ന് കർത്താവിന്റെ മുൻപിൽ വിലപിച്ചു.
എന്നാൽ കർത്താവ് നിങ്ങളുടെ സ്വരം ശ്രവിക്കുകയോ നിങ്ങളുടെ നേർക്ക് ചെവി ചായ്ക്കുകയോ ചെയ്തില്ല. അങ്ങനെ നിങ്ങൾ ഇന്ന് നിവസിച്ചു പോരുന്നത് പോലെ അന്ന് ഏറെ നാൾ കാദേശിൽ താമസിക്കേണ്ടി വന്നു. നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം. കർത്താവ് എന്നോട് നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ തിരിഞ്ഞ് ചെങ്കടലിന്റെ വഴിയെ മരുഭൂമിയിലേക്ക് നീങ്ങി. എന്നിട്ട് ഏറെ ദിവസങ്ങൾ നമ്മൾ സെയിർ മല ചുറ്റി. അപ്പോൾ കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഈ മല നിങ്ങൾ വേണ്ടുവോളം ചുറ്റിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ വടക്കോട്ട് തിരിയുവിൻ. നീ ജനത്തെ ഇപ്രകാരം അനുശാസിക്കുക: സെയിരിൽ താമസിക്കുന്ന നിങ്ങളുടെ സഹോദരരായ ഏസാവ്യരുടെ അതിർത്തി നിങ്ങൾ കടക്കുകയാണ്. അവർ നിങ്ങളെ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഏറെ ജാഗ്രത പാലിക്കണം. നിങ്ങൾ അവരുമായി കലഹിക്കരുത്. അവരുടെ ദേശത്ത് നിന്ന് കാൽനട വഴി പോലും ഞാൻ നിങ്ങൾക്ക് തരുകയില്ല, തീർച്ച. കാരണം ഞാൻ ഏസാവിന് കൈവശവസ്തുവായി നൽകിയതാണ് സെയിർ മല. അവരിൽ നിന്ന് ഭക്ഷ്യധാന്യം വിലയ്ക്ക് വാങ്ങി നിങ്ങൾ ആഹരിക്കണം. വെള്ളം പോലും അവരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയാണ് നിങ്ങൾ കുടിക്കേണ്ടത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ കരവേലയിലും നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ മഹാമരുഭൂമി നിങ്ങൾ താണ്ടുന്നത് അവിടുന്ന് അറിയുന്നുണ്ട്. ഈ 40 സംവത്സരവും കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിനക്ക് ഒരു കാര്യവും കുറവുണ്ടായില്ല. അങ്ങനെ നമ്മൾ സെയിരിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരരായ ഏസാവ്യരിൽ നിന്ന് അറാബ വഴിയിൽ നിന്നും ഏലാത്തിൽ നിന്നും എസിയോൻ ഗേബറിൽ നിന്നും കടന്നുപോയി. തുടർന്ന് നമ്മൾ മൊവാബ് മരുഭൂമിയുടെ വഴി ലക്ഷ്യം വച്ച് മുന്നേറി. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു: മൊവാബ്യരെ സമ്മർദ്ദത്തിലാക്കുകയോ അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയോ അരുത്. എന്തെന്നാൽ അവരുടെ ദേശത്ത് നിന്ന് നിനക്ക് ഞാൻ കൈവശവസ്തു തരുകയില്ല. കാരണം ലോത്യർക്ക് കൈവശവസ്തുവായി ഞാൻ നൽകിയതാണ് ആർ ദേശം. പണ്ട് അനാക്കുകളെ പോലെ ഉയരമുള്ള വലുതും പ്രശസ്തരുമായ ഏമുകൾ എന്നൊരു കൂട്ടർ അവിടെ താമസിച്ചിരുന്നു. അനാക്കുകളെ പോലെ അവരും റാഫാകൾ എന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും മൊവാബുകാർ അവരെ ഏമുകൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ സെയിരിൽ പണ്ട് താമസിച്ചിരുന്നത് ഹോറികളാണ്. അവരെ ഏസാവ്യർ തുരത്തുകയും തങ്ങളുടെ മുമ്പിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയും തൽസ്ഥാനത്ത് താമസമുറപ്പിക്കുകയും ചെയ്തു. കർത്താവ് തങ്ങൾക്ക് നൽകിയ കൈവശ ദേശത്തോട് ഇസ്രായേൽ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് സെറദ് അരുവി കടക്കുവിൻ. അങ്ങനെ നമ്മൾ സെറദ് അരുവി കടന്നു. നമ്മൾ കാദിഷ് ബർണയായിൽ നിന്ന് യാത്ര തിരിച്ച് സെറദ് അരുവി കടക്കുന്നതുവരെയുള്ള കാലം 38 വർഷമായിരുന്നു. അപ്പോഴേക്കും പോരാളികളുടെ തലമുറ മുഴുവനും കർത്താവ് അവരോട് ശപഥം ചെയ്തിരുന്നത് പ്രകാരം പാളയമധ്യേ നിന്ന് തിരോഭവിച്ചിരുന്നു. അവർ തിരോഭവിക്കുന്നതുവരെ പാളയമധ്യേ നിന്ന് അവരെ അസ്വസ്ഥരാക്കാൻ കർത്താവിന്റെ കരവും അവരുടെ മേലുണ്ടായിരുന്നു. ജനത്തിന്റെ ഇടയിൽ നിന്ന് യോദ്ധാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചു. കർത്താവ് എന്നോട് ഇപ്രകാരം വചിച്ചു: നീ ഇന്ന് മൊവാബിന്റെ അതിർത്തിയായ ആർ ദേശം കടക്കുകയാണ്. നീ അമോന്യരുടെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ അവരെ സമ്മർദ്ദത്തിലാക്കുകയോ അവരുമായി കലഹിക്കുകയോ അരുത്. എന്തെന്നാൽ അമോന്യരുടെ ദേശത്തു നിന്ന് ഞാൻ നിനക്ക് കൈവശഭൂമി തരുകയില്ല. കാരണം ഞാൻ ലോത്യർക്ക് കൈവശഭൂമിയായി കൊടുത്തതാണത്. അതും റാഫാകളുടെ രാജ്യമാണെന്നാണ് കരുതപ്പെടുന്നത്. പണ്ട് റാഫാകൾ അവിടെ താമസിച്ചിരുന്നു. അമ്മോൻകാർ അവരെ സംസോമുകൾ എന്ന് വിളിക്കുന്നു. അനാക്കുകളെ പോലെ ഉയരമുള്ള വലുതും പ്രശസ്തവുമായ ഒരു ജനം. പക്ഷേ കർത്താവ് അവരെ ഇവരുടെ മുൻപിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു. ഇവർ അവരെ തുരത്തുകയും തൽസ്ഥാനത്ത് താമസമുറപ്പിക്കുകയും ചെയ്തു. സെയിരിൽ താമസിക്കുന്ന ഏസാവ്യരുടെ മുമ്പിൽ നിന്ന് ഹോറികളെ ഇല്ലായ്മ ചെയ്തപ്പോൾ അവിടുന്ന് അവർക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ അവർ അവരെ തുരത്തി തൽസ്ഥാനത്ത് ഈ നാൾ വരെയും പാർക്കുന്നു.
ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവ്വാക്കാർ ഗാസ വരെ ഉണ്ടായിരുന്നു. എന്നാൽ കഫ്തോറിൽ നിന്ന് പുറപ്പെട്ടു വന്ന കഫ്തോറുകാർ അവരെ തുരത്തി തൽസ്ഥാനത്ത് താമസമുറപ്പിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ട് നീങ്ങുവിൻ, അർണോൺ അരുവി കടക്കുവിൻ. നോക്കൂ, അമോര്യനായ ഹെശ്ബോൻ രാജാവ് സീഹോനെയും അവന്റെ ദേശത്തെയും ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. അത് കൈവശപ്പെടുത്തി തുടങ്ങിക്കൊള്ളൂ, അവനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊള്ളൂ. ഇന്നു ഞാൻ ആകാശങ്ങൾക്കെല്ലാം കീഴുള്ള ജനങ്ങളുടെ മുൻപിൽ നിന്നോടുള്ള പരിഭ്രാന്തിയും ഭയവും ഉളവാക്കാൻ തുടങ്ങുകയാണ്. നിന്റെ ഖ്യാതി കേൾക്കുമ്പോൾ അവർ നിന്റെ മുൻപിൽ വിറകൊള്ളുകയും വിറങ്ങലിക്കുകയും ചെയ്യും. തുടർന്ന് ഞാൻ കെദെമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെശ്ബോണിലെ രാജാവായ സീഹോന്റെ അടുത്തേക്ക് ദൂതന്മാരെ ഇപ്രകാരം സമാധാന വചസ്സുകളുമായി അയച്ചു. നിന്റെ ദേശത്തിലൂടെ ഇടം വലം തിരിയാതെ വഴിയിലൂടെ മാത്രം നടന്ന് ഞാൻ കടന്നുപോയിക്കൊള്ളട്ടെ. നീ എനിക്ക് ഭക്ഷ്യധാന്യം പണത്തിന് വിൽക്കുമെങ്കിൽ ഞാൻ ഭക്ഷിക്കും. വെള്ളം നീ എനിക്ക് പണത്തിന് നൽകുമെങ്കിൽ ഞാൻ കുടിക്കും. കാൽനടയായി കടന്നു പോകാൻ എന്നെ അനുവദിക്കണമെന്ന് മാത്രം. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ദേശത്ത് ഞാൻ ജോർദാൻ കടക്കുന്നത് വരെ സെയിർ നിവാസികളായ ഏസാവ്യരും ആർ നിവാസികളായ മോവാബുകാരും എനിക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ. എന്നാൽ നമ്മൾ കടന്നു പോകാൻ ഹെശ്ബോൻ രാജാവായ സീഹോൻ അനുവദിച്ചില്ല. കാരണം അവനെ ഇന്ന് ആയിരിക്കുന്ന പോലെ തന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ വേണ്ടി നിന്റെ ദൈവമായ കർത്താവ് അവന്റെ മനസ്സ് കടുപ്പിക്കുകയും ഹൃദയം കനപ്പിക്കുകയും ചെയ്തിരുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നോക്കൂ, സീഹോനെയും അവന്റെ ദേശത്തെയും ഞാൻ നിന്റെ മുൻപിൽ ഏൽപ്പിച്ചു തരാൻ പോകുന്നു. നീ ആരംഭിച്ചുകൊള്ളുക, അവന്റെ ദേശം സ്വന്തമായി കൈവശപ്പെടുത്തിക്കൊള്ളുക. സീഹോൻ അവനും അവന്റെ ജനമൊക്കെയും നമ്മെ എതിരിടാൻ യഹസിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവനെ നമ്മുടെ മുൻപിൽ ഏൽപ്പിച്ചു തന്നു. അവനെയും അവന്റെ മകനെയും ജനം മുഴുവനെയും നമ്മൾ പ്രഹരിച്ചു. ആ സമയം അവന്റെ സകല പട്ടണങ്ങളും നമ്മൾ പിടിച്ചെടുത്തു. ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഓരോ നഗരവും നമ്മൾ ഉന്മൂലനാചാര വിധേയമാക്കി. അത് ജീവിക്കുന്നതായി ഒന്നും അവശേഷിപ്പിച്ചില്ല. നമുക്കായി നമ്മൾ കവർന്നെടുത്ത മൃഗഗണവും പിടിച്ചെടുത്ത പട്ടണങ്ങളിലെ കൊള്ളവസ്തുക്കളും ഒഴികെ. അർണോൺ അരുവിക്കരയിലുള്ള അരോവേറും താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലയാദ് വരെ നമുക്ക് അപ്രാപ്യമായ ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അവയെല്ലാം നമ്മുടെ മുമ്പിൽ ഏൽപ്പിച്ചു തന്നു. യാബോക്ക് അരുവിയുടെ ഏതെങ്കിലും ശാഖയും ഗിരിനഗരങ്ങളും ഉൾക്കൊള്ളുന്ന അമ്മോന്യ ദേശത്തെയോ നമ്മുടെ ദൈവമായ കർത്താവ് വിലക്കി കൽപ്പിച്ച എന്തിനെയെങ്കിലുമോ നീ സമീപിച്ചില്ല എന്നു മാത്രം. 119 സങ്കീർത്തനം 1 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. വഴി തികവുറ്റവർ ഭാഗ്യവാന്മാർ, കർത്തൃനിയമത്തിൽ ചരിക്കുന്നവരാണവർ. അവിടുത്തെ സാക്ഷ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ അവർ അവിടുത്തെ തേടുന്നു. ഒരു തിന്മയും ചെയ്യാതെ അവർ അവിടുത്തെ വഴികളിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ അങ്ങേയറ്റം പാലിക്കുന്നതിന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിന് എന്റെ വഴികൾ ഉറപ്പുള്ളതായിരുന്നെങ്കിൽ. അങ്ങയുടെ എല്ലാ കൽപ്പനകളിലേക്കും ദൃഷ്ടിയുറപ്പിക്കുന്നതിൽ അപ്പോൾ ഞാൻ ലജ്ജിക്കുകയില്ല. അങ്ങയുടെ നീതിന്യായ പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഹൃദയ പരമാർത്ഥതയോടെ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ പാലിക്കും. എന്നെ തീർത്തും ഉപേക്ഷിക്കരുതേ. ഒരു യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമാക്കണം? അങ്ങയുടെ വചനാനുസൃതം അത് കാത്തുകൊണ്ട് തന്നെ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. എന്നെ അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടയാക്കരുതേ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചസ്സ് ഞാൻ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ വായിൽ നിന്നുള്ള ന്യായ പ്രമാണങ്ങളെല്ലാം എന്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ വിവരിച്ചു.
സർവസമ്പത്തിന്മേലും എന്ന പോലെ അങ്ങയുടെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ഞാൻ ഉല്ലസിച്ചു. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യട്ടെ, അങ്ങയുടെ മാർഗങ്ങൾ പരിഗണിക്കട്ടെ. ഞാൻ അങ്ങയുടെ ചട്ടങ്ങളിൽ ആനന്ദിക്കും, അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല. അങ്ങയുടെ ദാസനോട് അങ്ങ് ഔദാര്യം കാണിക്കണമേ. ഞാൻ ജീവിക്കുകയും അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കണ്ണുകൾ തുറക്കണമേ. അങ്ങയുടെ നിയമത്തിൽ നിന്നുള്ള വിസ്മയങ്ങൾ ഞാൻ പരിഗണിക്കട്ടെ. ഭൂമിയിൽ ഞാനൊരു അതിഥിയാണ്. അങ്ങയുടെ കൽപ്പനകൾ എന്നിൽ നിന്ന് മറയ്ക്കരുതേ. അങ്ങയുടെ ന്യായ പ്രമാണങ്ങളോടുള്ള അഭിനിവേശത്താൽ എക്കാലവും എൻ്റെ ആത്മാവ് ഉരുകുന്നു. അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുന്ന ശപിക്കപ്പെട്ട ധിക്കാരികളെ അങ്ങ് ശാസിക്കുന്നു. അവരുടെ പരിഹാസവും നിന്ദനവും എന്നിൽ നിന്ന് നീക്കിക്കളയണമേ. ഞാൻ അങ്ങയുടെ സാക്ഷ്യങ്ങൾ കാത്തു സൂക്ഷിച്ചല്ലോ. പ്രഭുക്കന്മാർ ഇരുന്ന് എനിക്കെതിരെ കൂടിയാലോചിക്കുമ്പോഴും അങ്ങേ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നു. മാത്രമല്ല, എൻ്റെ ഉപദേഷ്ടാക്കളായ തിരുസാക്ഷ്യങ്ങളാണ് എൻ്റെ പ്രമോദം. എൻ്റെ പ്രാണൻ പൂഴിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എൻ്റെ വഴികൾ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ദിവ്യ പ്രമാണങ്ങളുടെ വഴി എന്നെ ബോധ്യപ്പെടുത്തണമേ. അങ്ങയുടെ വിസ്മയ കൃത്യങ്ങളെക്കുറിച്ച് ഞാൻ വിചിന്തനം ചെയ്യട്ടെ. ദുഃഖം മൂലം എൻ്റെ ആത്മാവ് കേഴുന്നു. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. വ്യാജത്തിന്റെ വഴി എന്നിൽ നിന്ന് അകറ്റണമേ. അങ്ങയുടെ നിയമം എനിക്ക് കനിഞ്ഞേകണമേ. ഞാൻ വിശ്വസ്തതയുടെ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ന്യായ പ്രമാണങ്ങളോട് ഞാൻ സമരസപ്പെട്ടു. അങ്ങയുടെ സാക്ഷ്യങ്ങളോട് ഞാൻ ഒട്ടിനിൽക്കുന്നു. കർത്താവെ, എന്നെ ലജ്ജിതനാക്കരുതേ. അങ്ങ് എൻ്റെ മനസ്സ് വിശാലമാക്കുന്നതുകൊണ്ട് അങ്ങയുടെ കൽപ്പനയുടെ വഴിയെ ഞാൻ ഓടും. കർത്താവെ, അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അന്ത്യം വരെ ഞാനത് കാത്തു സൂക്ഷിക്കട്ടെ. എനിക്ക് ഉൾക്കാഴ്ച നൽകണമേ. ഞാൻ അങ്ങയുടെ നിയമം കാത്തു സൂക്ഷിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ അത് പാലിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ കൽപ്പനകളുടെ പാതയിൽ എന്നെ വഴി നടത്തണമേ. ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. സ്വാർത്ഥ ലാഭത്തിന് നേർക്കല്ല, അങ്ങയുടെ സാക്ഷ്യങ്ങളുടെ നേർക്ക് എൻ്റെ ഹൃദയം ചായിക്കണമേ. വ്യർത്ഥ കാഴ്ചയിൽ നിന്ന് എൻ്റെ കണ്ണുകളെ ഒഴിവാക്കണമേ. അങ്ങയുടെ വഴിയിൽ എനിക്ക് ജീവൻ നൽകണമേ. അങ്ങയെ ഭയപ്പെടുന്നവർക്കുള്ള തിരുവാഗ്ദാനം അങ്ങേ ദാസനു വേണ്ടി സ്ഥിരപ്പെടുത്തണമേ. ഞാൻ ഭയപ്പെടുന്ന പരിഹാസം നീക്കം ചെയ്യണമേ. അങ്ങയുടെ ന്യായ പ്രമാണങ്ങൾ വിശിഷ്ടങ്ങളാണല്ലോ. ഇതാ, അങ്ങയുടെ പ്രമാണങ്ങൾക്കായി ഞാൻ അഭിലഷിക്കുന്നു. അങ്ങയുടെ നീതിയാൽ എനിക്ക് ജീവൻ നൽകണമേ. കർത്താവെ, അവ എനിക്കായി അങ്ങയുടെ കാരുണ്യം, അങ്ങേ വചസ്സനുസരിച്ചുള്ള അങ്ങയുടെ രക്ഷ കൊണ്ടുവരട്ടെ. അപ്പോൾ എന്നെ പരിഹസിക്കുന്നവന് ഞാൻ ഒരു ഉത്തരമരുളും. അങ്ങയുടെ വചനത്തിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത്. സത്യവചനം എൻ്റെ അധരത്തിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ. അങ്ങയുടെ ന്യായ പ്രമാണത്തിനു വേണ്ടിയാണല്ലോ ഞാൻ കാത്തിരിക്കുന്നത്. എന്നുമെന്നേക്കും അങ്ങയുടെ നിയമം ഞാൻ നിരന്തരം പാലിക്കട്ടെ. അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ തേടുന്നതുകൊണ്ട് വിശാലതയിൽ ഞാൻ വ്യാപരിക്കട്ടെ. രാജാക്കന്മാരുടെ മുൻപിൽ ലജ്ജിക്കാതെ അങ്ങയുടെ സാക്ഷ്യങ്ങളെ പറ്റി ഞാൻ സംസാരിക്കട്ടെ. ഞാൻ സ്നേഹിക്കുന്ന തിരുകൽപ്പനകളിൽ ഞാൻ ആനന്ദിക്കട്ടെ. ഞാൻ സ്നേഹിക്കുന്ന ദിവ്യകൽപ്പനകളുടെ നേർക്ക് എൻ്റെ കരതലം ഉയർത്തട്ടെ. അങ്ങയുടെ ചട്ടങ്ങളെക്കുറിച്ച് ഞാൻ വിചിന്തനം ചെയ്യട്ടെ. അങ്ങേ ദാസനോടുള്ള വാഗ്ദാനം ഓർക്കണമേ. അത് സംബന്ധിച്ചാണല്ലോ അങ്ങ് എനിക്ക് പ്രത്യാശ പകർന്നത്. അങ്ങയുടെ വചസ്സ് എന്നെ ഉജ്ജീവിപ്പിച്ചു എന്നതാണ് ദുർഗതിയിൽ എൻ്റെ സമാശ്വാസം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവവചനം ശ്രവിക്കാൻ ജനക്കൂട്ടം അവനു ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസറത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്തു കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു.
ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. അവൻ അതിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കാൻ ആവശ്യപ്പെട്ടു. വഞ്ചിയിലിരുന്ന് അവൻ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, മീൻ പിടിക്കാൻ ആഴത്തിലേക്ക് നീക്കി നിങ്ങളുടെ വല ഇറക്കുക. ശിമയോൻ മറുപടി പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കനുസരിച്ച് ഞാൻ വല ഇറക്കാം. അങ്ങനെ ചെയ്തപ്പോൾ വളരെ വലിയൊരു മത്സ്യക്കൂട്ടത്തെ അവർ പിടിച്ചു. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന പങ്കുകാരെ സഹായത്തിനു വരാൻ ആംഗ്യം കാണിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ഇത് കണ്ടപ്പോൾ ശിമയോൻ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾ നടത്തിയ മീൻപിടുത്തത്തെ പറ്റി ശിമയോനും കൂടെയുണ്ടായിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവന്റെ കൂട്ടാളികളായ സെബദിപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. ശിമയോനോട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം